ഡോക്ടർ അംബേദ്കറുടെ കുട്ടിക്കാലം മുതൽ മുതിരുന്നതുവരെ പലതും മോശമായാണ് സംഭവിക്കുന്നത്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് കുടിക്കാൻ വെള്ളമില്ല, പ്യൂണില്ലെങ്കിൽ വെള്ളമില്ല എന്ന് അദ്ദേഹം എഴുതി. മുകളിൽ നിന്ന് ഒരാൾ വന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ കഴിഞ്ഞിരുന്നത്. ചാക്കിലിരുന്നാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. സ്കൂളിൽ നിന്ന് തിരികെ വരുമ്പോൾ ആ ചാക്കും അദ്ദേഹം കൂടെ കൊണ്ടുപോരേണ്ടി വരുമായിരുന്നു. ഇത്രയധികം പഠിച്ചിട്ടും ഭാരതത്തിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തെ ഒരു മഹാറായിട്ടാണ് കണ്ടിരുന്നത്. ദളിത് ഗ്രാമങ്ങളിൽ അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അദ്ദേഹം നേരിട്ട് കണ്ടു. കുടിക്കാൻ പോലും ശരിയായ വെള്ളമില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരാൾ മതം എങ്ങനെയെങ്കിലും സംരക്ഷിച്ചു വെക്കണമെന്ന് ചിന്തിക്കില്ല. മതത്തിന്റെ ലക്ഷ്യം മനുഷ്യനെ ഉയർത്തുക എന്നതാണെങ്കിൽ മനുഷ്യനെ ബന്ദിയാക്കുന്ന, അവന് വിദ്യാഭ്യാസം നൽകാത്ത, മാന്യമായി ജീവിക്കാൻ അനുവദിക്കാത്ത ഇത്തരമൊരു മതം എന്തിനാണ്? നിങ്ങൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടില്ലെങ്കിൽ ആദർശങ്ങൾ പറയുക എളുപ്പമാണ്. ഒരു നിമിഷം അവരുടെ സ്ഥാനത്തുനിന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ അവരോട് ഒരു നന്മയും ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് അവർക്ക് കോപം തോന്നുന്നുണ്ടെങ്കിൽ അതിനെ തെറ്റാണെന്ന് പറയാൻ നമുക്ക് എങ്ങനെ കഴിയും?